ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വേറൊരു ക്രിസ്മസ് കരോളിൻ്റെ പരിപാടിയും കൂടിയും കിട്ടിയിരിക്കുകയാണ്. ചാലിശ്ശേരിയിലായിരുന്നു കേട്ടോ നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു, വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അത് പറഞ്ഞു കേട്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അവരത് അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ അവിടെ വേറെ ഒരുപാട് പ്രോഗ്രാമുകളുണ്ടായിരുന്നു. നമ്മുടെ മാലാഖമാരുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മാലാഖമാരുണ്ടായിരുന്നു. നമ്മൾ പതുക്കെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ഇതുപോലെ പാപ്പാനിയുടെ വേഷമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞു കേട്ടോ, അവർ ഒരു കോട്ട് എടുത്തിട്ടോളോ, ഇവരുടെ കൂടെ നടക്കുന്നതല്ല, അപ്പോൾ ഒരു കോട്ട് എടുത്തിട്ടോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരൊരു കോട്ട് തന്നിട്ടുണ്ടായി. ഞാൻ തൊപ്പിയൊന്നും വെച്ചില്ല, കോട്ട് മാത്രം ഇട്ടു. അങ്ങനെ ഇതേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരത് പൊയ്ക്കാലൊക്കെ വെച്ച് കെട്ടി അവരും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് മാറി തുടങ്ങി. പിന്നെ ചെറിയ കുട്ടികളൊക്കെ മാലാഖയുടെ വേഷം കെട്ടിയിട്ടൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബൊമ്മ ടീം കുറച്ചുണ്ടായിരുന്നു. അത് വേറൊരു ടീമാണ് കേട്ടോ, നമ്മുടെ കൂടെ മുന്നേ ഉണ്ടായിരുന്ന ടീമല്ല, വേറെ ടീമാണ്. അത് നമ്മൾ കണ്ടത് തന്നെ പൊയ്ക്കാൽ നമ്മൾ വേഷം ഇറങ്ങി കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ ഇടയിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പ്രോഗ്രാം ഇറങ്ങിയതിന് ശേഷമാണ് കണ്ടത്. നല്ല ഭംഗിയിൽ കുട്ടികളെ അലങ്കരിച്ച് കുഞ്ഞു മാലാഖമാരായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ചധികം പിന്നെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ കുറേ പാപ്പാനിമാർ ഇവിടെ ഉണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കണത്. അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഞാനും ചെറുതായിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ അവിടെ ഒരു പാപ്പാനി സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ബാൻഡ് സെറ്റുകാർ ഇതാ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ബാൻഡ് സെറ്റ്, ശിങ്കാരിമേളം, നാസിക് ഡോള് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം വേറെ വേറെ വൈബുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ കേൾക്കാനും എൻജോയ് ചെയ്യാനും അടിപൊളിയാണ്. നമുക്ക് എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്ത് നിന്നാലും ജസ്റ്റ് ഒന്ന് തുള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെ നമ്മുടെ പാപ്പാനിമാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാപ്പാനി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ഓണായി. പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ തകർത്തടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പ്രോഗ്രാമിന് പോവുക എന്ന് പറയണതൊക്കെ വേറൊരു വൈബാണ് കേട്ടോ. ഞാനിത് ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയി സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഓർഡർ പ്രകാരം നമ്മൾ നടന്നു പോയോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പാപ്പാനിമാർക്ക് വെളിച്ചമില്ലാണ്ട് നടക്കാൻ പറ്റില്ല. അവർക്ക് ഓൾറെഡി മുഖത്ത് മാസ്ക് വെച്ചിട്ടുള്ള കാരണം കൊണ്ട് ലൈറ്റും കൂടി കണ്ടില്ല വെച്ചെങ്കിൽ അവർക്ക് ഒട്ടും കാണാൻ പറ്റില്ല. റോട്ടിൽ കുണ്ടും കുഴിയുണ്ടോയെന്നൊന്നും അറിയില്ല. നമ്മൾക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ മുന്നേ പരിചയമുള്ള വഴികളല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എവിടേക്കാണ് കുണ്ടും കുഴി ഉണ്ടാവുക എന്നുള്ളത് നമ്മളും ശ്രദ്ധിച്ചിട്ട് വേണം നടക്കാൻ. എന്നിട്ട് വേണം ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. പിന്നെ അവിടുത്തെ ചേട്ടന്മാരൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താ പറയുക, റോഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമുക്കത് ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ചേച്ചിമാരും അമ്മാമ്മമാരൊക്കെ ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത് അവർ ഇതിൻ്റെ DJ-യുടെ ബാക്കിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. അങ്ങനെ നമ്മുടെ പാപ്പാനിമാരെല്ലാവരും പാട്ടൊക്കെ വെച്ച് ഇവിടുന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം അങ്ങനെ നടക്കും, പിന്നെ ജസ്റ്റ് ഒന്ന് നിൽക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് വന്ന് അവസാനിച്ചത്. പക്ഷേ ഏതൊക്കെ വഴി കൂടെ എങ്ങനെയൊക്കെയാണ് പോയെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. ഇവർ പോകുന്നിടത്ത് കൂടെ നമ്മളിങ്ങനെ പോകുന്നേ ഉള്ളൂ. അവിടുത്തെ ഞങ്ങൾ പ്രോഗ്രാമിന് വിളിച്ച ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നു. പക്ഷേ രാത്രി നമ്മൾ പോകുന്ന വഴി അത് ഏത് കൂടെയാണെന്നോ എന്താണെന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വന്നപ്പോഴാണ് ഇവിടെ എത്തിയില്ലേ എന്നുള്ളത് മനസ്സിലായത്. പള്ളിയുടെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കൂടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിക്കുട്ടനും പിന്നെ ശങ്കരേട്ടൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, മനു. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ. അപ്പോൾ അവരും കൂടി വന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടി സമാധാനമായിരുന്നു കേട്ടോ. കാരണം നമുക്ക് വീഡിയോ എടുക്കും വേണം. നമ്മുടെ വീഡിയോസ് എടുത്താലാണ് നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിനുള്ള ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അത് ഇടാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് വീഡിയോ എടുക്കലും പിന്നെ ഇവർക്കിത് പറഞ്ഞു കൊടുക്കലും കൂടെ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരും കൂടി വന്നപ്പോൾ കുറച്ച് സമാധാനമായി. പിന്നെ വരുന്നതാണോ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ ഈ പൊയ്ക്കാലിൻ്റെ ഇടയിലേക്ക് നന്നായി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ തന്നെയാണ് പിടിച്ച് മാറ്റിയിരുന്നത് അവരനെ. അവർക്ക് ഇതിനുള്ളിൽ കൂടെ ശരിക്കും പോലെ കാണാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഇവരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പാപ്പാനിമാർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരനെ തട്ടി വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു ഇവരിങ്ങനെ ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഇവരെ നന്നായി നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർക്ക് അറിയില്ല ഇവരുടെ അടുത്തുകൂടെ നടക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് ഇവർ തട്ടി വീഴും എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. ജസ്റ്റ് ചെറിയൊരു ബാലൻസിൻ്റെ പുറത്താണല്ലോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വല്ല കല്ലെങ്ങാനും തട്ടിയാൽ പോലും ഇവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവർ എന്താ പറയുക നിലത്തടിച്ച് വീഴും. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഇവരെ കൂടെ നടന്ന് ഇവരെ കെയർ ചെയ്യുകയും ശ്രദ്ധിക്കുകയും തന്നെ വേണം. ഇവരുടെ അടുത്തേക്ക് ആരും വരാനും പാടില്ല, ഇവർ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകാനും പാടില്ല. കാരണം ഈ ലെഗ് വല്ലവരുടെ കാലിൻ്റെ മുകളിൽ ഇവരുടെ പൊയ്ക്കാലിൻ്റെ കാല് വേറെ വല്ലവരുടെ കാലിൻ്റെ മുകളിൽ പോയിട്ട് ചവിട്ടിയാലും ഭയങ്കരമായിട്ട് വേദന എടുക്കും. ഇവരും കൂടിയിട്ട് വീഴുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഭംഗിയുള്ളതിനനുസരിച്ച് തന്നെ ഒരുപാട് റിസ്ക്കും ഉണ്ട്. അപ്പോൾ അതും നോക്കണം. അപ്പോൾ ഇവരുടെ ടീമിൽ തന്നെ ബൊമ്മ ടീമിൽ തന്നെ ഒരു പാപ്പാനി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ വരുന്നുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ, ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിലൊരാളുടെ കൂടെ ഞാൻ നിന്നിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ണിക്കുട്ടനും മനുവൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് അവരെനിക്ക് ഫോട്ടോ എടുത്ത് തന്നു കേട്ടോ. മനു ഫോട്ടോ എടുത്ത് തന്നു, അത് കാരണം എനിക്ക് ഫോട്ടോ കിട്ടി. നമുക്ക് മുന്നത്തെ എറണാകുളം നമ്മുടെ കൂടെ വന്ന ടീമിൻ്റെ കൂടെ അവർ AJ ഡോൾസ് ആണ് കേട്ടോ. അവരുടെ കൂടെ എനിക്ക് ഇതുവരെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്തവർ വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് വരുന്നുണ്ട് വെച്ചെങ്കിൽ അവരുടെ കൂടെ ഫോട്ടോ എടുക്കണം. ഇതുപോലെ നമ്മൾ വേറെ ആരെങ്കിലും കൂട്ടിയിട്ട് പോകുന്ന വെച്ചെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഇതിപ്പോൾ നമ്മൾ 3 പേരും മാത്രം പോകുന്ന സമയത്ത് ഇവരുടെ കൂടെ തന്നെ ഞാൻ നിൽക്കണം. പിന്നെ എനിക്ക് വേറെ ഫോട്ടോ എടുത്താൽ ആരും ഉണ്ടാവില്ല. ഇവരാണെങ്കിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ വേഗം അഴിച്ച് വെക്കുകയും ചെയ്യും. പിന്നെ അതുമാതിരി സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എനിക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോകാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഇവരൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ടാണ് കേട്ടോ, മനു ഉണ്ണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഈ പരിപാടിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയത്. അങ്ങനെ ഇവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്, ഈ കുട്ടികളുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ആള് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ആളുടെ കൂടെ നിന്നിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പാപ്പാനിമാരും പിന്നെ അതുമാതിരി ബൊമ്മ ടീമൊക്കെ ആയിട്ട് പരിപാടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ വണ്ടിയും കൊണ്ട് 2 പപ്പാനിമാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. അവർ തന്നെയാണ് നടക്കണത്. എന്നിട്ട് അവർ ചുമ്മാ കയറ് വലിച്ചിട്ട് ഇങ്ങനെ തട്ടുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു പാപ്പാനിയുടെ ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തോ വയറൊക്കെ എന്തോ ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എന്താ പറയുക മേല് ചൂടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ശങ്കരേട്ടൻ്റെയാണ് കേട്ടോ ലൈറ്റ് ഓഫാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇനി വല്ല ഷോർട്ടേജ് ഉണ്ടായി കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്.
അങ്ങനെ ദേ നമ്മുടെ ഡോളൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ കയ്യിലുള്ള ബലൂണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അച്ഛൻ തന്നതാണ് ഒരു ബലൂണ്. എൻ്റെ കയ്യിൽ ബലൂണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരച്ഛൻ തന്നതാണ് കേട്ടോ ബലൂണ്. അപ്പോൾ എനിക്ക് ഇത് ബലൂണും അതുമാതിരി ഈ ചില സമയത്ത് ഇവരുടെ സ്റ്റിക്ക് പിന്നെ വെള്ളം ഒരു തൊപ്പിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് കൈ പിടിക്കാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനെ കണ്ട സമയത്ത് ഈ ബലൂണൊന്ന് പിടിക്കുമെന്ന് ചോദിച്ചിട്ട് ആളെ കയ്യിൽ കൊടുത്തതാണ്. അത് ആൾ ലാസ്റ്റ് വരെ അത് കൈ പിടിച്ചിട്ടുണ്ടായി. ലാസ്റ്റ് നമ്മളത് പറത്തി വിടുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അവർ ആ പാട്ടൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ. DJ-യുടെ പാട്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഡയലോഗൊക്കെ ഉള്ള ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ കലാഭവൻ ചേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയും ഒരു സിനിമയിലത്തെ വെട്ടം സിനിമയിലത്തെ പാട്ടില്ലേ, ആ പാട്ടിൻ്റെ ഡാൻസായിരുന്നു അവരുണ്ടായിരുന്നത്. മറ്റേ പേടകം ഒന്നെടുത്ത് ആ പാട്ടില്ലേ, അതായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നായിരുന്നത്. അത് മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു, ഡയലോഗൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് പാട്ടോടെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് പാട്ട് ഇതിൽ വെക്കാൻ പറ്റില്ലല്ലോ. കോസ്റ്റ്യൂമൊക്കെ ഊരി വെച്ചതിൻ്റെ ശേഷം ശങ്കരേട്ടൻ്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു മക്കളെ, അതായിരുന്നു കാണേണ്ടത്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. ഇതിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ടയേർഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ എറണാകുളം പ്രോഗ്രാമിന് പോയിട്ടും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല, കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ആ ഡോം എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആളത് തന്നതിന് ശേഷം ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കുട്ടനും മനുവൊക്കെ ഭയങ്കര ചിരിയായിരുന്നു, എന്താ ഇപ്പോൾ ഇവന് പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആൾ കയ്യിലത്തെ അത് റിലീസായപ്പോൾ അവർക്ക് കുറച്ചും കൂടി സമാധാനമായി. അപ്പോൾ ആൾ നന്നായിട്ട് പിന്നെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ആക്ഷനൊക്കെ ഇട്ടിട്ട് ആക്ഷൻ സോങ് പോലെയൊക്കെ ആയിരുന്നു പിന്നെ ആൾ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നത്. അത് കണ്ടിട്ട് ഇവരൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാസത്തോട് കൂടിയിട്ട് നമ്മുടെ പാപ്പാനിയുടെ വേഷങ്ങളൊക്കെ കഴിയും. അതിനുശേഷം ജനുവരിയിൽ നമ്മൾ പുതിയ വേഷങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസ് ആവാൻ അധികം ദിവസങ്ങളില്ല, വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസമല്ലേ നമുക്ക് ഈ പാപ്പാനിയുടെ വേഷങ്ങളൊക്കെ ഈ ഒരു മാസമല്ലേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ജനുവരിയിൽ പുതിയ പുതിയ വേഷങ്ങൾ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെയൊക്കെ പണിപ്പുരയിലാണ് നമ്മൾ. അങ്ങനെ ഇതേ നമ്മൾ തിരിച്ച് പള്ളിയുടെ അവിടെ എത്താറായിട്ടുണ്ട്. എല്ലാവരും അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് കേട്ടോ. ഡാൻസ് കളിക്കുന്നവരും അതുമാതിരി നമ്മുടെ പാപ്പാനിമാരൊക്കെ നല്ല എനർജറ്റിക്കായിട്ട് അവരിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ ടയേർഡാവും. അങ്ങനെ ദേ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ആവാറായി. നമ്മൾ പള്ളിയുടെ അവിടെ എത്തി. പിന്നെ അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കോസ്റ്റ്യൂമൊക്കെ മാറി സെറ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് നല്ല എൻജോയ് ചെയ്തു. ഇനി അടുത്തത് ശങ്കരേട്ടൻ്റെ ഡാൻസും കുറച്ച് കുട്ടികളുടെ ഡാൻസും ആണ്. അപ്പോൾ എല്ലാവരും കാണും.